ഹായ്, എല്ലാവർക്കും സ്വാഗതം. 3 വേർഡ്സ് പെർ ഡേ എ ചലഞ്ച് എന്നുള്ള വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി 3 വൊക്കാബുലറീസ് ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 വാക്കുകളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ആബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് എന്ന് പറയുന്ന വേറൊരു വാക്കുണ്ട്, നമ്മൾ ഓയിൽ തുടങ്ങുന്ന. ഇത് ആബ്ജക്റ്റ് ആണ്, ABJECT, ആബ്ജക്റ്റ്. ആബ്ജക്റ്റ് എന്നുള്ള വാക്കിന്റെ മീനിങ്സ് എന്ന് പറഞ്ഞാൽ മിസറബിൾ, റച്ചഡ്, ഡീഗ്രേഡഡ്, ഡെസ്പിക്കബിൾ എന്നൊക്കെയുള്ളതാണ്. മിസറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോചനീയമായിട്ടുള്ള, വളരെ വൃത്തികെട്ട, അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ആയിട്ടുള്ള, ഡെസ്പിക്കബിൾ ആയിട്ടുള്ള, മോശമായിട്ടുള്ള അവസ്ഥകളെയാണ് ആബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മറ്റൊരു ഫോമാണ് അബ്ജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആഡ്ജക്റ്റീവായിട്ടാണ് സാറിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നമ്മളുടെ യൂസേജസ്, അതായത് സെന്റൻസ് യൂസേജിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഹിസ് ആബ്ജക്ട് കോണ്ടക്ട് ഈസ് ദ കോസ് ഓഫ് ഓൾ പ്രോബ്ലംസ്. ആബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, ശോചനീയമായിട്ടുള്ള അവന്റെ സ്വഭാവം തന്നെയാണ് ആ പ്രശ്നത്തിന്റെ എല്ലാം കാരണമെന്നാണ് പറയുന്നത്. ആബ്ജക്ട് കോണ്ടക്ട്. അതുപോലെ ആബ്ജക്ട് കണ്ടീഷൻ എന്ന് പറയാം. താഴത്തെ എക്സാമ്പിളിൽ പീപ്പിൾ ഇൻ ദ സ്ലംസ് ആർ ലിവിങ് ഇൻ എൻ ആബ്ജക്ട് കണ്ടീഷൻ. സ്ലമ്മിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്, വളരെ മോശമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ആബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മിസറബിൾ, റച്ചഡ്, വൃത്തിഹീനമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള, ശോചനീയമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് ആബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആബ്ജക്റ്റ് കണ്ടീഷൻ എന്ന് നമുക്ക് പൊതുവെ പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വളരെ മോശമായിട്ടുള്ള, വൃത്തിയും വെടിപ്പും ഒക്കെ ഇല്ലാത്തൊരു അവസ്ഥയെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റും. ഒരാളുടെ മോശം പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവത്തിന് നമുക്ക് ആബ്ജക്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമുക്ക് മിസറബിൾ, റച്ചഡ്, റച്ചഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഹിസ് ഡെസ്പിക്കബിൾ ബിഹേവിയർ എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ മോശം എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് ആബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന രണ്ടാമത്തെയാണ് അബ്ജ്യൂർ. അബ്ജ്യൂർ എന്ന് പറഞ്ഞാൽ റിനൗൺസ് ആൻ ഓത്ത് എന്ന് പറയുന്നത്. റിനൗൺസ് ആൻ ഓത്ത് എന്നുവെച്ചാൽ ഒരു പ്രതിജ്ഞ തെറ്റിക്കുക അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ പാലിക്കേണ്ട ഒരു വ്യക്തി അതിനെ ഉപേക്ഷിക്കുക, അത് മറന്ന് പ്രവർത്തിക്കുന്നതിനൊക്കെയാണ് അബ്ജ്യൂർ എന്ന് പറയുന്നത്. അബ്ജ്യൂർ അല്ലെങ്കിൽ റിനൗൺസ് ആൻ ഒപ്പീനിയൻ. ഒരു നേരത്തെ ഉണ്ടായിരുന്നൊരു അഭിപ്രായത്തെ ഉപേക്ഷിക്കുക, എന്നിട്ട് പുതിയൊരു സ്റ്റാൻഡ് സ്വീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ കോസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ലക്ഷ്യത്തിന് വേണ്ടി അപ്പോൾ ആ ലക്ഷ്യത്തെ ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു അർത്ഥം വരുന്നതാണ് അബ്ജ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ അബ്ജുറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സെന്റൻസിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ അബ്ജ്യൂർഡ് ഓൺ ഹിസ് ഏർലിയർ ഒപ്പീനിയൻ. എന്താ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായം മാറ്റി ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥം വരുന്നതാണ് അബ്ജ്യൂർഡ്. ഈ അബ്ജ്യൂർഡ് ഓൺ ഹിസ് ഏർലിയർ ഒപ്പീനിയൻ. പൊളിറ്റീഷ്യൻസ് യൂഷ്വലി അബ്ജ്യൂർ ദെയർ ഓത്ത് വൺസ് ദേ കം ടു പവർ. അവരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രതിജ്ഞകൾ ലംഘിക്കുക, അല്ലെങ്കിൽ അവർ പാലിക്കപ്പെടേണ്ട പ്രതിജ്ഞകളുണ്ടല്ലോ. അപ്പോൾ ഓത്ത് ഓഫ് ഓഫീസ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ അവർ ഓത്ത് ചെയ്തിട്ടാണല്ലോ. അവരുടെ ലോയേഴ്സ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ് എല്ലാം അവരുടെ ഓത്ത് ഉണ്ടല്ലോ, പ്രതിജ്ഞാബദ്ധരാണല്ലോ അവർ. അപ്പോൾ അവരുടെ എല്ലാ പ്രതിജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ദേ ആർ അബ്ജുറിങ്, അല്ലെങ്കിൽ അബ്ജുറേഷൻ ഹാസ് ഹാപ്പൻഡ്. അവരുടെ ഓത്ത്, അവരെടുത്ത പ്രതിജ്ഞ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ MPs, MLAs, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഓത്ത് ചെയ്യുന്നുണ്ട്, പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിജ്ഞ അവർ പ്രവൃത്തി വരുമ്പോൾ ആ പ്രതിജ്ഞ ലംഘിക്കുക എന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ നമുക്ക് അബ്ജർ എന്ന് പറയുമ്പോൾ അവർ റിനൗൺസ് ചെയ്യണം, ഉപേക്ഷിക്കുക. അവർ പ്രതിജ്ഞാബദ്ധരാകേണ്ട ആൾക്കാരാണ്, പക്ഷേ ആ പ്രതിജ്ഞയ്ക്കനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാതെ വരുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ റിനൗൺസിങ് their oath, അല്ലെങ്കിൽ അബ്ജുറേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. അടുത്താണ് അബ്ലൈസ് എന്ന് പറയുന്നത്. ബ്ലൈസ് എന്നുള്ള വാക്കുണ്ട്, അതിൻ്റെ ഇടയിൽ ചേർക്കുമ്പോൾ അബ്ലൈസ് എന്ന് പറയും. അബ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓൺ ഫയർ, തീ കത്തി
നിൽക്കുന്ന അവസ്ഥയ്ക്കാണ്. ദ ഹൗസ് ഈസ് ഓൺ ഫയർസ്, ദ ഹൗസ് ഈസ് സെറ്റ് അബ്ലേസ് എന്ന് പറയും. ദ ബിൽഡിംഗ് സെറ്റ്സ് അബ്ലേസ്, തീ കത്തുക, ഓൺ ഫയർ. ഗ്ലിറ്ററിങ് എന്നുവെച്ചാൽ വളരെ വെട്ടിത്തിളങ്ങുന്നതിനൊക്കെ അബ്ലൈസ് എന്ന് പറയാനുണ്ട്. ഗ്ലോയിങ്, തിളങ്ങുന്നതിന്. ഗ്രേറ്റ്ലി എക്സൈറ്റഡ്, നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥകളുണ്ട്, എക്സൈറ്റഡ് ആയിട്ടുള്ള അവസ്ഥയ്ക്കൊക്കെ അബ്ലൈസ് എന്ന് പറയാൻ പറ്റും. മറ്റു ഫോംസ് ഒന്നുമില്ല അതിന്. അപ്പോൾ അത് ഈ പറഞ്ഞ അർത്ഥങ്ങൾ വെച്ചുള്ള 1-2 സെന്റൻസ് തന്നെ. ഹിസ് ഐസ് വെർ അബ്ലൈസ് വിത്ത് എക്സൈറ്റ്മെന്റ്, വളരെ എക്സൈറ്റഡ് ആയിട്ട് അവന്റെ കണ്ണെല്ലാം വളരെ പ്രകാശപൂരിതമായിട്ട് അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങി നിൽക്കണം. ഹിസ് ഐസ് വെർ അബ്ലൈസ് വിത്ത് എക്സൈറ്റ്മെന്റ്. എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മുടെ കണ്ണുകൾ തിളങ്ങുന്ന കൂടുതൽ പ്രകാശമുള്ള പോലെ തോന്നുന്നതിന്. അപ്പം അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ തിളങ്ങി നിൽക്കുന്ന കണ്ണുകളൊക്കെ ഉള്ള ഹിസ് ഐസ് ഓർ ഹെർ ഐസ് വെർ അബ്ലൈസ്. ദ പ്ലേസ് ഈസ് അബ്ലൈസ് വിത്ത് കളർ ഇൻ ഓട്ടം. ഓട്ടം എന്ന് പറയുന്ന ആ സീസണിലെ കളർ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഒക്കെ വിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ പ്ലേസ് ഈസ് അബ്ലൈസ്, ഗ്ലിറ്ററിങ്, ഗ്ലോയിങ് എന്നൊക്കെയല്ല, തിളങ്ങുന്നു. ആ പൂക്കളുടെ നിറങ്ങൾ കൊണ്ട് ആ സ്ഥലങ്ങൾ തിളങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. ദ പ്ലേസ് ഈസ് അബ്ലൈസ് വിത്ത് കളർ ഇൻ ഓട്ടം. അപ്പോൾ ഇത്രയാണ് 3 ഇന്നത്തെ വൊക്കാബുലറീസ്. ഒന്ന് ആബ്ജക്റ്റ്, ആദ്യത്തേത് അത് മിസറബിൾ എന്ന് പറയുന്ന ശോചനീയമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, അല്ലെങ്കിൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു റൂം വളരെ വൃത്തിഹീനമായി കിടക്കുന്നു. അപ്പം റൂം ഈസ് ഓൾവേസ് ലുക്കിംഗ് ആബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഹിസ് ലുക്ക് ഈസ് ഓൾവേസ് ആബ്ജക്റ്റ്, അവനെ നമ്മൾ കാണുമ്പോഴെപ്പോഴും വളരെ ആബ്ജക്റ്റ് ആയിട്ടുണ്ട്, വളരെ വൃത്തിഹീനമായിട്ടാണ്, മിസറബിൾ ആയിട്ടാണ്, നീറ്റ് ആൻഡ് ടൈഡി ഒന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനാണ് ആബ്ജക്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അബ്ജ്യൂർ, റിനൗൺസ് ആൻ ഓത്ത് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, നേരത്തെ ഉണ്ടായിരുന്നൊരു ഒപ്പീനിയനെ, ആ അഭിപ്രായത്തെ ഉപേക്ഷിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്തൊരു സ്റ്റാൻഡ് നമ്മൾ ഉപേക്ഷിച്ചൊരു പുതിയ നിലപാടെടുക്കുന്നതിനൊക്കെ. അപ്പോൾ അത് we can say he or she has renounced, abjured എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കോസ് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി, പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ദ കോസ് ഓഫ്, വി ആർ മൂവിങ് ടുവേർഡ്സ് എ പർട്ടിക്കുലർ കോസ്, നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നതിനാണ് അബ്ജ്യൂർ ചെയ്യുക എന്ന് പറയുന്നത്, അബ്ജ്യൂർ. പിന്നെ വരുന്നതാണ് അബ്ലൈസ് എന്ന് പറയുന്നത്. അബ്ലൈസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓൺ ഫയർ, തീ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തീ കത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഓൺ ഫയർ. പിന്നെ ഗ്ലിറ്ററിങ്, ഗ്ലോയിങ്, തിളങ്ങുന്ന. പിന്നെ ഗ്രേറ്റ്ലി എക്സൈറ്റഡ്, വളരെ അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള പിന്നെ ഒരവസ്ഥയ്ക്ക് അബ്ലൈസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 3 വാക്കുകളുടെയും സെന്റൻസ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഹിസ് സബ്ജക്ട് കോണ്ടക്ട് ഈസ് ദി കോസ് ഓഫ് ഓൾ പ്രോബ്ലംസ്. അബ്ജക്ട് കോണ്ടക്ട് പറഞ്ഞാൽ മിസറബിൾ, റച്ചഡ് കോണ്ടക്ട് എന്നല്ല, വളരെ മോശമായിട്ടുള്ള സ്വഭാവം. പീപ്പിൾ ഇൻ ദ സ്ലംസ് ആർ ലിവിങ് ഇൻ എൻ ആബ്ജക്ട് കണ്ടീഷൻ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ശരിക്കും ആബ്ജക്റ്റ് എന്ന് പറയുന്നത്. വൃത്തിയും വെടുപ്പൊന്നും ഇല്ലാത്ത ഒരു പിന്നെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, ഇതൊക്കെ വൃത്തിഹീനമാണെങ്കിൽ, വൃത്തികെട്ടതാണെങ്കിൽ നമുക്ക് ആബ്ജക്റ്റ് എന്ന വാക്കുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അബ്ജ്യൂർ എന്ന് പറഞ്ഞാൽ ഹി അബ്ജ്യൂർഡ് ഓൺ ഹിസ് ഏർലിയർ ഒപ്പീനിയൻ, നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായം ഉപേക്ഷിച്ചു, മാറ്റി. അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് യൂഷ്വലി അബ്ജ്യൂർ ദെയർ ഓത്ത് വൺസ് ദേ കം ടു പവർ, അവരുടെ പ്രതിജ്ഞകൾ അവർ ലംഘിക്കുന്നു, ഉപേക്ഷിക്കുന്നു. പിന്നെ അബ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഐസ് വെർ അബ്ലൈസ് വിത്ത് എക്സൈറ്റ്മെന്റ്. എക്സൈറ്റ്മെന്റ് കാരണം അവന്റെ കണ്ണുകൾ തിളങ്ങി, അല്ലെങ്കിൽ ഗ്ലിറ്ററിങ് എന്നൊക്കെയുള്ള ഒരു അർത്ഥം വരുന്നതാണ്. ദ പ്ലേസ് ഈസ് അബ്ലൈസ് വിത്ത് കളർ ഇൻ ഓട്ടം. പിന്നെ ഓട്ടം എന്ന് പറഞ്ഞാൽ സീസണിലെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു നിറങ്ങളാൽ ആ സ്ഥലം വളരെ ഗ്ലിറ്ററിങ് അല്ലെ ഗ്ലോയിങ് ആയിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അബ്ലൈസ് എന്നുള്ള, അബ്ലൈസ് എന്നാണ് അതിന് പറയുന്നത്, അബ്ലൈസ്. അപ്പോൾ ഈ 3 വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ മറ്റ് 3 വാക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.